നമ്മുടെ നാട്ടിൽ എന്താ വലിയ തോതിലുള്ള നിക്ഷേപങ്ങളൊന്നും വരാത്തത്? നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ സാമ്പത്തികമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അധികവും. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്, വലിയ ബിസിനസ്സുകാരാണ് കേരളത്തിലുള്ളവർ ഏറെയും. പുറം നാടുകളിലും മറ്റും വലിയ തോതിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തതിൽ മലയാളികളുടെ പങ്ക് ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ ഏതൊരു വിദേശ രാജ്യങ്ങളിൽ എടുത്തുകഴിഞ്ഞാലും പ്രഗത്ഭരായ ധാരാളം മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. പഠിപ്പിസ്റ്റുകളായിട്ടും അതുപോലെ ശാസ്ത്രരംഗത്തും മറ്റും പല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ച ഒട്ടേറെ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയേറെ കഴിവുള്ള മലയാളികളും സാമ്പത്തികമായി ഉയർന്ന തലത്തിലുള്ള മലയാളികളും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എന്തേ വ്യവസായങ്ങളൊന്നും ധാരാളമായി വരാതെ പോകുന്നത്? ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളും വരാൻ മടിക്കുന്നു, പല വ്യവസായങ്ങളും തുടങ്ങാൻ മടിക്കുന്നു. ഇന്നലെ തന്നെ കിറ്റക്സിന് ആന്ധ്രയിലേക്കുള്ള ക്ഷണം ലഭിച്ചു. അവിടുത്തെ മുഖ്യമന്ത്രി കിറ്റക്സ് സാബുവിനെ ക്ഷണിച്ച വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ഇങ്ങനെയാണ് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ നടന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പല കാലത്തും പൂട്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വേറൊരു കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാൽ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT ഹബ്ബാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അത്രയും വലിയൊരു IT മേഖല, ഇന്ത്യയിൽ തന്നെ ആദ്യമുണ്ടായ ഒരു IT ഹബ്ബായിട്ട് പോലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ ബാംഗ്ലൂരോ കർണാടകത്തിലോ ഹൈദരാബാദിലോ ചെന്നൈയിലോ ഒക്കെയുള്ള IT നഗരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ IT രംഗത്തുള്ള അവരുടെയൊക്കെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ IT രംഗത്ത് അത്രത്തോളം വളരാൻ നമുക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ പഠിപ്പില്ലാത്ത പിള്ളേരുള്ളത് കൊണ്ടാണോ? അതോ ഇവിടെ അതിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടോ? സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമായ ചേരിതിരിവുകൾ കൊണ്ട് മാത്രമാണ് ഇവിടെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. ഇവിടെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുവന്നാൽ മറ്റേ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും കുതികാൽ വെട്ടും കാരണം പല നല്ല സംരംഭങ്ങളും കേരളത്തിൽ ലഭിക്കാതെ പോകുന്നു, കേരളത്തിൽ വളരാൻ കഴിയാതെ പോകുന്നു. ഇവിടെ വളരണമെങ്കിൽ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി കേരളത്തെ ഒരു വ്യവസായ നഗരം അല്ലെങ്കിൽ വികസന നഗരമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് കേരളത്തിന് വളരെ വലിയ തോതിൽ വളരാൻ സാധിക്കൂ. ഇവിടെ അല്ലെങ്കിൽ നല്ല വ്യവസായങ്ങളോ നല്ല സ്ഥാപനങ്ങളോ ഒന്നും വളരുകയില്ല. ലുലു ഗ്രൂപ്പ് തന്നെ എത്ര വർഷങ്ങൾ ഗൾഫിലൊക്കെ അവരുടെ നല്ല സ്ഥാപനങ്ങൾ വലിയ തോതിൽ പച്ച പിടിച്ചതിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് കേരളത്തിൽ എറണാകുളത്ത് ഒരു ലുലു മാൾ പോലും ആരംഭിച്ചത്. അതിനു മുമ്പ് കേരളത്തിലേക്ക് വരാൻ പോലും ലുലുവിന് ഭയമായിരുന്നു. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും തൊഴിൽ ഈ ട്രേഡ് യൂണിയനുകളുമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കാരണം പല നല്ല സ്ഥാപനങ്ങളും കേരളത്തിൽ അന്ന് വരാൻ മടിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ മാറിയാൽ മാത്രമാണ് ഇനിയും കൂടുതൽ വ്യവസായങ്ങളും കൂടുതൽ നല്ല നല്ല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വരികയുള്ളൂ. അതിനുവേണ്ടി എല്ലാ പാർട്ടിക്കാരും എല്ലാവരും രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ മറന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചേരിതിരിവുകൾ മറന്ന് കേരളം എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഇവിടെ ഇനിയും നല്ല നല്ല സംരംഭങ്ങൾ വരും, നല്ല നല്ല സ്ഥാപനങ്ങൾ തുടങ്ങും. അങ്ങനെ ഒരു കേരളം നമുക്ക് മുന്നിൽ എന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.